ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കണക്കായും വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണ പത്തിരിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കടക്കണക്കായി മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചരി ഞാനിവിടെ നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു അരി ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ പകുതിയോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് ബ്ലേഡൊന്നും തിരിയണില്ലെങ്കിൽ ഒരു 1-2 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അരി അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പത്തിരി അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചരി എടുക്കണക്കായി പകരമായിട്ട് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ചരി അരച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അരി ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമല്ല അതാണ്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പത്തിരിയുടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കി കൊടുത്തതിന് ശേഷം ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം. ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കൈയൊന്ന് മുക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ പരന്നിട്ടൊക്കെ കിട്ടും ചെയ്യും. പിന്നെ പച്ചവെള്ളം തൊട്ടിട്ടും പരത്തിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പച്ചവെള്ളം ആകുമ്പോൾ പിന്നെ ഈ ഒരു മാവൊക്കെ ഇങ്ങനെ ഒലിച്ച് പോണ പോലെ ആവും. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്കിതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടൂലേ. അപ്പോൾ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 സെക്കൻഡോളം അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. 2 സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇല എടുത്ത് മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഒരു സൈഡ് നല്ലോണമൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കണ പോലെ നല്ലോണം അങ്ങനെ പൊള്ളിച്ചിട്ടൊന്നും വരില്ല കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന പത്തിരിയാണ്. അരി ഒന്ന് അരച്ചിട്ടെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് രാവിലത്തേക്കാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് അരച്ചിട്ടെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് നേരം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടാമത്തേതും പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചാലും ഒരു ബാഡ് സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് അരി നല്ലോണം കുതിർന്ന് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് രാവിലെ എടുത്തിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം അരച്ചിട്ടെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിത് ഓരോന്നും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു കാസറോളിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. എന്നാലാണ് ആ ഒരു ചൂടോട് കൂടിയിട്ട് ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പത്തിരി നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എടുക്കുമ്പോൾ കുറച്ച് നേരം തേങ്ങാപ്പാലൊക്കെ ഒന്ന് മുക്കി വയ്ക്കുക. എന്നിട്ട് അത് നല്ല സോഫ്റ്റായിട്ട് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും കൂടെ മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്